Python programming. Dear students, ഇന്ന് നമ്മുടെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത് പ്രാക്ടിക്കൽ ഓറിയന്റഡ് പ്രോഗ്രാംസ് ആണ്. പ്രോഗ്രാംസ് കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്ത പോലെ ഇന്നും നമ്മൾ ഒരു പ്രോഗ്രാം ഡിസ്കസ് ചെയ്യും. റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ടു പ്രിന്റ് ഫിബൊനാച്ചി സീരീസ്. ഫിബൊനാച്ചി സീരീസ് പ്രിന്റ് ചെയ്യാനുള്ള ഒരു പൈത്തൺ പ്രോഗ്രാം. ഇതിന്റെ സോഴ്സ് കോഡ് നമ്മൾ ആദ്യം എഴുതണം. സോഴ്സ് കോഡ് നമുക്ക് നോക്കാം. ഫസ്റ്റ് അതിൽ നോക്കാം. നമ്മുടെ പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. ഈ പ്രോഗ്രാം നമുക്കൊന്ന് സേവ് ചെയ്താൽ ഫസ്റ്റ് ഫയലിൽ സേവ് ചെയ്യുമ്പോൾ ലൈബ്രറിയിൽ സേവ് ചെയ്യാം. ഡോക്യുമെന്റിൽ ഫിബൊനാച്ചി ഫിബോ പൈത്തൺ പ്രോഗ്രാം ആയതുകൊണ്ട് പൈത്തൺ. ഓക്കെ, പൈത്തൺ ഫയലായി സേവ് ചെയ്തു. കോഡ് നോക്കി. ഇവിടെ ഒരു നമ്പർ നമ്മൾ ഇൻപുട്ട് ചെയ്യണം. ഇൻപുട്ട് എൻ്റർ ദ വാല്യൂ ഓഫ് എൻ. എത്ര നമ്പേഴ്സ് വരെ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടണം എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു n കൊടുത്ത വാല്യൂ. സോ അത് നമ്മൾ ഇൻപുട്ട് ചെയ്യണം. അതൊരു ഇൻറ്റിജർ നമ്പർ ആയിരിക്കണം. അത് സ്റ്റോർ ചെയ്യുന്നത് n എന്ന് പറഞ്ഞ വേരിയബിൾ ആയിട്ടുള്ള ഒരു സ്ട്രിംഗ് ടൈപ്പ് കണ്ടന്റാണ് സ്റ്റോർ ചെയ്യുന്നത്. n is equal to n ഒരു ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് ആയിരിക്കും അതിന്റെ അകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്തത്. സോ n is equal to int ഇൻപുട്ട് എൻ്റർ ദ വാല്യൂ ഓഫ് n. n എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ നമുക്ക് പ്രിന്റ് ചെയ്യണം. ഫിബൊനാച്ചി സീരീസിന്റെ ഫസ്റ്റ് നമ്പർ എന്തായിരിക്കും? 0 ആണ്. സെക്കൻഡ് നമ്പർ 1 ആണ്. പിന്നീട് എന്ത് ചെയ്യും? 0യും 1 കൂടെ ആഡ് ചെയ്യും. നെക്സ്റ്റ് അടുത്ത വാല്യൂ കിട്ടും. 0 1 ആഡ് ചെയ്ത് 1 കിട്ടും. അപ്പൊ അതിന്റെ വാല്യൂ വരുന്നത് ഇതുപോലെ ആയിരിക്കും. 0 1 പിന്നെ 0യും 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 1 കിട്ടും. ദെൻ ലാസ്റ്റും പ്രീവിയസും ഈ രണ്ട് വാല്യൂ പിന്നെ ആഡ് ചെയ്യുക. ഈ 1ഉം ഈ 1 കൂടെ ആഡ് ചെയ്യും. അപ്പോൾ എത്ര കിട്ടും? 2. 2ഉം 1ഉം ആഡ് ചെയ്യുമ്പോൾ 3. 3യും 2 ആഡ് ചെയ്യുമ്പോൾ 5. 5ഉം 3യും 8. 8ഉം 5ഉം 13 എക്സെട്ര എക്സെട്ര. ഈ രൂപത്തിലാണ് ഇതിന്റെ വാല്യൂസ് പോകുന്നത്. ഓക്കെ, സം ഇസ് ഈക്വൽ ടു 0. ഫസ്റ്റ് നമ്മൾ സം 0 ആക്കി സെറ്റ് ചെയ്ത് വെച്ചു. കൗണ്ട് ഇസ് ഈക്വൽ ടു 1 സെറ്റ് ചെയ്ത് വെച്ചു. പ്രിന്റ് ഫിബൊനാച്ചി സീരീസ് നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിക്കുകയാണ്. എൻഡ് സ്ലാഷ് നമ്മൾ ഇങ്ങനെ ഒരു സ്പേസ് കൊടുക്കണം. ഓരോ നമ്പറിന്റെ അടുത്ത് സ്പേസ് കൊടുക്കാനാണ് കൊടുത്തുള്ളത്. ലൂപ്പ് നോക്കി. വൈൽ കൗണ്ട് ലെസ് ദാൻ എൻ. ഈ നമ്പർ എന്നിലെ വാല്യൂ ലെസ് ദാൻ എൻ. കൗണ്ട് നമ്മൾ വാല്യൂ സെറ്റ് കൊടുത്താണ്. കൗണ്ട് ഇവിടെ 1 കൊടുത്തിട്ട് 1 ലെസ് ദാൻ എന്നാണ് നെഗറ്റീവ് വാല്യൂ കിട്ടുക. ഒരിക്കലും നമ്മളൊരു നെഗറ്റീവ് വാല്യൂസ് വരില്ല. പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് നമ്പർ വരിക. അപ്പോൾ കൗണ്ട് ലെസ് ദാൻ എൻ എന്നുള്ള കേസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ ഒരു വാല്യൂ നമുക്ക് റൺ ചെയ്ത് നോക്കാം. 1നേക്കാൾ വലിയൊരു വാല്യൂ ആണ് ഇവിടെ വരുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂ 2ഓ 3ഓ 4 ഒക്കെ ആണെങ്കിൽ 1നേക്കാൾ വലിയൊരു വാല്യൂ ആണെങ്കിൽ പ്രിന്റ് സമ്മിന്റെ വാല്യൂ എത്രയാ? 0. അത് പ്രിന്റ് ചെയ്തു. ഫസ്റ്റ് വാല്യൂ നമുക്ക് 0 പ്രിന്റ് ചെയ്തു. ദെൻ എൻഡ് ഇസ് ഈക്വൽ ടു സ്പേസ്. അപ്പോൾ 0 കഴിഞ്ഞാൽ സ്പേസ് ഇടും. അതിനുശേഷം കൗണ്ട് ഇസ് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1. കൗണ്ടിന് കൂടെ 1 ആഡ് ചെയ്യും. കൗണ്ട് 1 ആണുള്ളത്. അതിനോട് കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്യും. അപ്പൊ എന്ത് കിട്ടി? 1 ഒന്നുകൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 1 1 കൂടെ ആഡ് ചെയ്താൽ 2 കിട്ടി. അത് പ്രിന്റ് ചെയ്യും. ദെൻ എ ഇസ് ഈക്വൽ ടു ബി, ബി ഇസ് ഈക്വൽ സം. എക്ക് ബി എക്ക് അസൈൻ ചെയ്തു, സം ഈക്വൽ അസൈൻ ചെയ്തു. സം ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. അത് രണ്ടും കൂട്ടിയിട്ട് സം പ്രിന്റ് ചെയ്യിപ്പിക്കും. ഫസ്റ്റ് വാല്യൂ 0 പ്രിന്റ് ചെയ്യും. സെക്കൻഡ് വാല്യൂ 1 പ്രിന്റ് ചെയ്യും. അതിനുശേഷം അതെന്ത് ചെയ്യും? ഒന്നുകൂടെ ഇൻക്രിമെന്റ് ചെയ്യും. 2 ആയി കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും? 0യും 1ഉം കിട്ടിയ ശേഷം വീണ്ടും അവിടെ 1 പ്രിന്റ് ചെയ്യും. അപ്പൊ നേരത്തെ പറഞ്ഞ ആ സീരീസ് പോലെ 0 1 1. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇറ്ററേഷനിൽ ഒന്നുകൂടെ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഈ 1 വാല്യൂ എക്ക് അസൈൻ ചെയ്യും. ഈ 1 ബിക്ക് അസൈൻ ചെയ്യും. എ പ്ലസ് ബി ഇവിടെ ആഡ് ചെയ്യുമ്പോൾ സം കിട്ടും. സം പറയുമ്പോൾ 2 പ്രിന്റ് ചെയ്യും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ഈ 2 എന്നുള്ള വാല്യൂ ആണ് ബിയിൽ ഉണ്ടായിരിക്കുക. ആ 2 വാല്യൂ എന്തൊക്കെ ആഡ് ചെയ്ത് കൊടുത്തും ബിയിലെ വാല്യൂ എക്ക് ആഡ് ചെയ്യും. അതായത് 1ഉം 2ഉം കൂടെ ആഡ് ചെയ്യും. അപ്പോൾ അതിന്റെ ഔട്ട്പുട്ട് വാല്യൂ 3 കിട്ടും. ഇങ്ങനെ ഇത് എക്സ്റ്റെൻഡ് പോകും. ഇതാണ് ആ കോഡ്. നോക്കാം. ഇത് നമുക്കൊന്ന് സേവ് ചെയ്തിട്ടുണ്ട്. ഇത് പൈത്തണിലെ കോഡ് നമുക്ക് ഓപ്പൺ ആക്കാം. ഇത് പി വൈ എന്ന് പറഞ്ഞ ഇത് എഡിറ്റർ ആണ്. നമുക്ക് പൈത്തൺ എഡിറ്ററിൽ IDLE ഓപ്പൺ ആക്കാം. അതിന്റെ കോഡ് നമ്മൾ സേവ് ചെയ്ത ലൊക്കേഷൻ എടുക്കുക. സേവ് ചെയ്ത ലൊക്കേഷൻ ഇവിടെയാണ് ഫിബോ എന്ന് പറഞ്ഞ ലൊക്കേഷൻ. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് IDLE അതിൽ ഓപ്പൺ ചെയ്യാം. ഇതാണ് അതിന്റെ എഡിറ്റർ. ഓക്കെ, ഈ എഡിറ്ററിലാണ് സെയിം കോഡ് ആട്ടോ. ആ കോഡ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. കണ്ടല്ലേ? ഇത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക. റൺ എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്യുക. റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എക്സിക്യൂട്ടബിൾ വിൻഡോ വരും. കണ്ടോ? എൻ്റർ ദ വാല്യൂ ഓഫ് എൻ. ഞാനിവിടെ ഒരു 9 കൊടുത്തു. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 9 വാല്യൂസ് വന്നു. 0 1 1 2 3 5ഉം 8ഉം കൂടെ 13ഉം ആ 5ഉം 8ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 21. എത്ര വാല്യൂസ് ഉണ്ടാക്കി? 1 2 3 4 5 6 7 8 9 വാല്യൂസ് ഉണ്ട്. സോ ഒന്നുകൂടെ നമുക്ക് റൺ ചെയ്യിപ്പിക്കാം. ഇവിടെ റണ്ണിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് ചോദിക്കും. 20 വാല്യൂസ് കൊടുക്കും. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 20 വാല്യൂസ് കൂടെ പ്രിന്റ് ചെയ്ത് കിട്ടും സീരീസിൽ. ഉണ്ടോ?
ലാസ്റ്റത്തെ വാല്യൂ 4181, 4181. ഓക്കെ, ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അടുത്ത പ്രോഗ്രാമുമായി വരാം. ഓക്കെ, താങ്ക് യു.